ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, റാഗി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നും കാണിക്കാൻ വേണ്ടിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്നെ ഫോളോ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പലരും വയറ് കുറയ്ക്കാൻ വേണ്ടിയും ശരീരം മെലിയാൻ വേണ്ടിയും പല ഡയറ്റും അതേപോലെ തന്നെ എക്സസൈസും ചെയ്യാറുണ്ടെങ്കിലും ഈ റാഗി അതിന്റെ കൂട്ടത്തിൽ ഒരു നേരമെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലിന്റെ ബലം കൂട്ടാൻ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. റാഗി നമ്മൾ 6 മാസം മുതൽ അതേപോലെ തന്നെ 60 വയസ്സ് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഔഷധ ഗുണമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് റാഗി എന്ന് പറയുന്നത്. റാഗി പുട്ടായും റാഗി ദോശ, റാഗി ഇഡലി, റാഗി ഷെയ്ക്ക്, റാഗി ജ്യൂസ് എന്നിങ്ങനെ പല വിധത്തിലും കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതിൽ പഞ്ചസാര ചേർക്കാതെ ശർക്കര ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായ ഒരു കാര്യമാണ്. വയറ് കുറയ്ക്കാൻ നമ്മൾ ഗോതമ്പ് ഉപയോഗിക്കുന്നതിന്റെ പകരമായി റാഗി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഷുഗർ ഉള്ളവരാണെങ്കിൽ റാഗി ഉപയോഗിക്കുക, ഒരു നേരമെങ്കിലും മസ്റ്റായിട്ട് കഴിക്കുക. അതേപോലെ തന്നെ നമ്മുടെ എല്ലിന്റെ ബലം കൂട്ടാനായി പ്രോട്ടീൻ മസ്റ്റ് ആണ്. ആ പ്രോട്ടീൻ ഈ റാഗിയിൽ നിന്ന് നമുക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ട്. മുടിയുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും റാഗി വളരെ അധികം നല്ലതാണ്. ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ റാഗി സഹായിക്കുന്നു. മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിലും ഗർഭിണികളാണെങ്കിലും ഈ റാഗി കഴിക്കുന്നത് വളരെ അധികം നല്ലതാണ്. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് റാഗി സ്മൂത്തി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനായി 4 സ്പൂൺ റാഗി പൊടിച്ചത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന റാഗി പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഞാനിത് വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. ഇനി ഈ ബൗളിലേക്കുള്ള പൊടിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കട്ടകളെല്ലാം ഒന്ന് ഉടച്ച് നല്ല രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഈ പരുവത്തിലാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. നല്ല രീതിയിൽ തണുത്തതിന് ശേഷം ഒരു മിക്സിഡ് ജാറിലേക്ക് ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് അല്പം റോസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അതേപോലെ പശുവിൻ്റെ പാലാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ ഡ്രിങ്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി. Thank you for watching.